മഞ്ചേരിയിൽ നിന്ന് നമ്മൾ ഇന്നലെ കേട്ട അങ്ങേയറ്റം ദാരുണമായ സങ്കടകരമായ വാർത്ത, അത് മഞ്ചേരി വാഹനാപകടത്തിൽ 5 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. ആ വാഹനാപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ മൃതദേഹം സംസ്കരിക്കും. അതേസമയം റോഡിന്റെ അശാസ്ത്രീയത കാരണമാണ് വലിയൊരു അപകടമുണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. മഞ്ചേരിയിലെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 3 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. 5 പേരായിരുന്നു ഇന്നലത്തെ വൈകിട്ട് നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. ഈ ഓട്ടോ ഡ്രൈവറായ അബ്ദുൾ മജീദ്, ഒരു കുടുംബത്തിൽ നിന്നുള്ള 4 പേർ, മുസിന, തസ്ലീനയുടെ 2 മക്കൾ എന്നിങ്ങനെ 5 പേരുടെ ഒരു മരണമായിരുന്നു. അതിദാരുണമായ മഞ്ചേരിയെ തന്നെ കണ്ണീരിലാഴ്ത്തിയ ഒരു വാഹനാപകടമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ബസ് ഓട്ടോയിൽ ഇടിച്ചു കയറിയായിരുന്നു അപകടമുണ്ടായിരുന്നത്. ഓട്ടോയിൽ ഉണ്ടായിരുന്ന 5 പേരാണ് മരണപ്പെട്ടത്. 5 പേർ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. നേരത്തെ ഈ റോഡ് ഉപരോധമൊക്കെ ഇവിടെ കണ്ടിരുന്നു. ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു നാട്ടുകാരുടെ ഒരു റോഡ് ഉപരോധം നേരത്തെ കണ്ടത്. ഇവിടെ അപകടങ്ങൾ പതിവാണ്. ഇതിനെതിരെയുള്ളൊരു പ്രതിഷേധമാണ് കഴിഞ്ഞ മണിക്കൂറിൽ നാട്ടുകാർ നടത്തിയത്. രാവിലെ 7 മണി മുതൽ 1 മണിക്കൂറോളം നീണ്ട ഒരു റോഡ് ഉപരോധവും മഞ്ചേരിയിൽ കണ്ടിരുന്നു. ഇന്നലെ നമ്മോടൊപ്പം ആദ്യ പ്രതികരണം നടത്തിയ സാക്ഷി കൂടിയായ ഫൈസൽ ഒന്നുകൂടി ചേരുന്നുണ്ട്. ഫൈസൽ ആണ് ഇന്നലെ കാര്യങ്ങളെല്ലാം വിവരിച്ചിരുന്നത്. ആദ്യം ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. എങ്ങനെയായിരുന്നു ഇന്നലത്തെ ഈ ഒരു രക്ഷാപ്രവർത്തനമൊക്കെ നടന്നു? ഒപ്പം തന്നെ റോഡിൻ്റെ ഒരു അശാസ്ത്രീയമായ നിർമ്മാണത്തെ പറ്റി പറഞ്ഞൊരു ഉപരോധവും നമ്മൾ കണ്ടു. രക്ഷാപ്രവർത്തനം നാട്ടുകാരാണ് ഫസ്റ്റ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. റോഡ് പതിവായി നാട്ടുകാർ കുറേ കാലമായിട്ട് പരാതി കൊടുത്തതാണ്. റോഡ് നല്ല റോഡാണ്, പക്ഷെ എന്താ പ്രശ്നം, സൈൻ ബോർഡും കാര്യങ്ങളും ഇല്ല. സ്ഥിര അപകട മേഖലമായി മാറിയിട്ടുണ്ട്. ബൈക്കുകൾ അപകടത്തിൽപ്പെടൽ നിത്യസംഭവമാണ്. അത് ലോഡ് വലിയ ഹെവി വാഹനങ്ങൾ, അതുപോലെ 22 ഒരു ഡിവൈഡർ ഉണ്ട്, അവിടെയും തന്നെ ഇതേപോലെ അപകട വളവാണ്. അത്തരത്തിൽ ശോചനീയാവസ്ഥയാണ്. അത് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഒന്നൊന്ന് കാണുമ്പോൾ ഒന്നാണ് വിശാലാക്കുകയാണ് ഡ്രൈവിംഗ് ഒക്കെ. അപ്പോൾ സൈൻ ബോർഡിൻ്റെ കമ്മികളും മറ്റിലൊക്കെ ഇവിടെ നല്ലോണ്ട്. 22 ഡിവൈഡർ എന്ന് പറയില്ലേ, അത് ഭയങ്കര അപകടം, നിത്യേന അപകടങ്ങൾ സംഭവിക്കുന്ന ഏരിയ. അത്തരത്തിൽ നാട്ടുകാരുടെ ഒരു പ്രതിഷേധമൊക്കെ ഈ അപകടത്തിനെ തുടർന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും പൂർത്തിയായതിനു ശേഷം കിഴക്കേത്തലയിൽ പൊതുദർശനമുണ്ട്, മദ്രസയിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം ഉച്ചയോടുകൂടി ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കും.